ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമ്മളൊരു പുതിയ വീഡിയോ കണ്ടാലോ. നമുക്കിന്ന് 18ാമത്തെ നോമ്പ്. അന്ന് നമുക്ക് മത്തിയാണ് കറി. മത്തി മുളകിട്ട് മാങ്ങ, തക്കാളി, ഉള്ളി, ഇഞ്ചി എല്ലാം ഇട്ടിക്കണം. പിന്നെ രാത്രി ചോറ്റിലേക്ക് ചെമ്മി പൊരിച്ചതാണ്. വഴുതന താളിക്കും ചെയ്യും. കാണാം. ഈ മുളകിടാൻ കുറച്ച് മുളകും പൊടി ഇട്ട് നേരി മുളകിട്ട് വെക്കാണ്. ഉപ്പ് കൊടുത്ത് ഒരു 2 ഭാഗത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് മീനിലിട്ട് കൊടുക്കാനും വെട്ടി നമ്മളെ കറി റെഡിയായി. കറി വേവന്തൊക്കെ ചെയ്ത് നമ്മൾ കൂകപ്പൊടി കാച്ചി നോമ്പറക്കുമ്പോൾ നമ്മളെന്നും കൂകപ്പൊടിയാണ് ഉണ്ടാക്കുക. തരിക്ക് പകരം പിടിക്ക് പൊടി വാട്ടി വെച്ചതാണ്. എനിക്ക് വെച്ച് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ പത്തിരി ഉണ്ടാക്കാണ്. ചൂടാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ ചെമ്മീൻ ഇങ്ങനെ പൊരിക്കുകയാണ്. ചെമ്മീൻ രക്ഷമൊക്കെ ആയി തുടങ്ങി വരുന്നുണ്ട്. വലിയ അങ്ങനെ നമ്മളെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പത്തിരി ചുടുക. ഇത്തിരി നമ്മൾ പുറത്തടുപ്പുന്ന ഇത്തിരി ഉണ്ടാക്കുന്നത്. ഇത്തിരി ഇട്ട് കാസറോളാക്കി എടുക്കണം. തറാവി കഴിഞ്ഞിട്ടാണ് ചവടിക്കുക. അപ്പോഴത്തേന് ഉണ്ടാക്കിയൊക്കെ വെക്കുകയാണ്. പണിയൊക്കെ വേഗം കഴിക്കാൻ വേണ്ടി വേഗം നല്ല ഉണ്ടാക്കി. ഒരു ചീരാക്കഞ്ഞിയും കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ച്. അത് നമുക്ക് അത്താഴത്തിന് ഉസ്താദ്മാർക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനും വേണ്ടി സാധാ കഞ്ഞിയാണ് കൊടുക്കൽ. ഇന്ന് നമ്മളൊരു ചീരാക്കഞ്ഞി ഉണ്ടാക്കാൻ വിചാരിച്ചത് മനസ്സിലായിട്ട് ഉണ്ടാക്കുകയാണ്. കഞ്ഞി വെള്ളം കൊണ്ടിരിക്കുന്നത്. തേങ്ങ, ഉള്ളി, ജീരകം ഒക്കെ കൂടെ അരച്ചണം. മഞ്ഞൾപ്പൊടി, അടിപൊളി ചീരാക്കഞ്ഞി. നോമ്പായ ഒരു ദിവസം ഒരു ചീരാക്കഞ്ഞി വെക്കാനൊരു പൊടിയാണ്. അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ്. സാധാ കഞ്ഞിയാണ് എന്നും വെക്കൽ. ഇന്ന് വെറൈറ്റി ആക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ചീരാക്കഞ്ഞി വെച്ചതാണ്. വെക്കാനുള്ള എല്ലാ സാധനങ്ങളും റെഡിയായിരിക്കും. ഫ്രൂട്ട്സ് കട്ട് ചെയ്തത്, മക്കളികൾ കട്ട്ലേറ്റ്, സമോസ ഉണ്ട്, ജ്യൂസ്, ബത്തക്ക ജ്യൂസ്, വെള്ളം, നാരങ്ങ വെള്ളം കഴിച്ചത്, കൂകപ്പൊടി കാച്ചിയതുണ്ട്, പിന്നെ പത്തിരി, ചെമ്മി, മത്തി മുളട്ടത് എല്ലാം റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. സപ്പോർട്ട് ചെയ്യുക.